വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും പ്രവാസി സംരംഭകർക്ക് നിക്ഷേപ സാധ്യതകൾ തുറന്നു നൽകുകയും ചെയ്യുന്ന പ്രവാസി ഭാരതീയ ദിവസ് 2003 ആരംഭിച്ചത്. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് മടങ്ങിയതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് പ്രവാസി ഭാരതീയ ദിവസ്. 1915 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. മടങ്ങിവരവിന്റെ 1 നൂറ്റാണ്ട് പൂർത്തിയാവുകയാണ് അടുത്ത വർഷം. അതിനാൽ ഗംഭീരമായി ആഘോഷിക്കാൻ തന്നെയാണ് പ്രവാസികാര്യ വകുപ്പിന്റെ തീരുമാനം. ജനുവരി 7 മുതൽ 9 വരെയാണ് പ്രവാസി ഭാരതീയ ദിവസ് നടക്കാറുള്ളത്. കഴിഞ്ഞ പ്രവാസി ഭാരതീയ ദിവസിൽ സജീവ സാന്നിധ്യമായിരുന്നു ഗുജറാത്ത്. പ്രവാസി നിക്ഷേപകരെ സംസ്ഥാനത്തേക്ക് ക്ഷണിക്കാൻ മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി നേരിട്ട് തന്നെ പ്രചാരണം നടത്തിയിരുന്നു. എല്ലാ വർഷവും അവഗണിക്കപ്പെടുന്ന ഗൾഫ് പ്രവാസികളുടെ പ്രശ്നങ്ങൾ എത്രത്തോളം ചർച്ചയാകുമെന്നാണ് ഈ മേഖലയിലുള്ളവർ ഉറ്റുനോക്കുന്നത്. വിമാന ചാർജ് നിരക്ക് വർധനയും യാത്രാ പ്രശ്നവും അടക്കം അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഇത്തരം മേളകൾ ഇതുവരെ പരിഹാരം കണ്ടിട്ടില്ല. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയുമടക്കം രാഷ്ട്ര നേതാക്കൾ വന്ന് പ്രഖ്യാപനങ്ങൾ നടത്തി പോകുന്ന പതിവ് രീതിക്ക് ഇത്തവണയെങ്കിലും മാറ്റമുണ്ടാകുമോ എന്നാണ് സാധാരണ പ്രവാസികൾ ഉറ്റുനോക്കുന്നത്. മിഡിൽ ഈസ്റ്റ് ഡെസ്ക്, മീഡിയ 1.